ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിൽ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ ഗൈസ്, സ്റ്റീലർ എന്നോട് തന്നെ അയ്യോ ഗൈസ് ആരോ നമ്മുടെ അടുത്തുനിന്ന് സ്റ്റീലാക്കാൻ വന്നിട്ടുണ്ട്. അവിടെ ജോബ് കൊണ്ടുവരുത്തിട്ടാ ഗൈസ്. നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെയാണ് ഗൈസ് അധ്വാനിച്ചത്. നിങ്ങൾ കാണുന്നില്ല ഗൈസ്, ഇതൊക്കെ കണ്ട 2 പേര് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അത് സെയിലാക്കാൻ പോവാ ഗൈസ്. അവസാനമായിട്ട് ഇവർ 2 പേരെയും കണ്ടോളൂ ഗൈസ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ ഗൈസ്, കണ്ട എല്ലാത്തിനും അങ്ങോട്ട് അടിച്ചു മാറ്റും എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റും ഗൈസ്. എല്ലാവരും കൂടെ ചേർന്ന് തന്നെ അടിച്ചു മാറ്റും. സോ ഗൈസ്, അപ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ട്, അത് അത്ര വലിയ വിഷയമല്ല ഗൈസ്. ആൻഡ് നമ്മുടെ ബേസിൽ നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് സെക്യൂറൊക്കെ ഒന്ന് ചെയ്യണം. ആൻഡ് ഇവരെ അങ്ങോട്ട് ഞാനൊന്ന് സെല്ല് ചെയ്ത് ഇട്ടേട്ടാ. ഇവരെ ഞാൻ ഇൻഡെക്സിന് വേണ്ടി മാത്രം വെച്ച സംഭവങ്ങളാണ്. അപ്പോൾ അവർ അത്ര വലിയ സംഭവമൊന്നുമല്ല ഗൈസ്, നമുക്ക് കൊണ്ട് സെല്ല് ചെയ്യാന്ന് മാത്രം. ഓ എല്ലാവരും പോയാ, എന്നാൽ ഇതിനെ വെക്കാം ഗൈസ്. നമ്മളല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സാധനമൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ട് വെക്കാം. കാരണം എൻ്റെ ഫിഷ് ബോർഡ് ജോബ് സക്കോറയ്ക്ക് മുന്നേ കുറേ വശം കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ ജോബ് അത്ര വലിയ ഡീലല്ല. സോ ഗൈസ്, ഇത്ര നാൾ വീഡിയോ വരാത്തിരിക്കാൻ കാരണം എല്ലാവർക്കും അറിയാലോ ഗൈസ്, വലിയൊരു തിരക്കുണ്ട്. പഠിക്കുന്നതിനൊന്നുമില്ല ഗൈസ് തിരക്ക്. കുറച്ച് എന്താ വെച്ചാൽ നമ്മളെ ഗെയിമിങ് സെറ്റപ്പ് ഞാൻ ബിൽഡ് ചെയ്യാൻ കുറേ നോക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തന്നെ അറിയാം ഗേസ്, നിങ്ങൾ ഇതിനെ ആലോചിച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവുമെന്ന്. പക്ഷെ എന്താ ചെയ്യുക ഗേസ്, നമ്മുടെ വീഡിയോ ഇടാത്ത കാരണം ആരും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തേ? സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളിപ്പോൾ റോഡ് ടു 150 ആണ്. ഓക്കെ, അവരൊക്കെ അവിടെയാണോ? 47 മിനിറ്റ് വേണമല്ലോ ഇനി അടുത്ത ഈവെൻറ്റിന്. ഞാൻ വരുമ്പോൾ സാധാരണ ഒരു ഈവെൻ്റ് ഉണ്ടാവേണ്ടത് ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നത്. ഫുള്ള് സാധനങ്ങൾ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ചില പേരുടെ വീഡിയോസിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇന്നലത്തെ ഒരു ഈവൻ്റ് ഉണ്ടല്ലോ ഗൈസ്, അതിൽ നിന്ന് എനിക്ക് കുറേ സാധനം കിട്ടി. അതൊക്കെ നമ്മൾ മറ്റേ ബേസിക്കാക്കി അതൊക്കെ ഉണ്ടായി ഗൈസ്. സോ 330 മില്യൺ ആക്കിയിട്ട് ഞാൻ എന്തായാലും ഗൈസ് ഞാൻ ഇവനെ സെല്ല് ചെയ്യുന്നില്ല ഗൈസ്. ഇവനെ സെല്ല് ചെയ്തിട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. 800K സെക്കൻഡ്സ് ആണ്. ജോബ് 700K ആയതുകൊണ്ടാണ് ഞാൻ ജോബിനെ അങ്ങോട്ട് വിട്ടത് ഗൈസ്. അല്ലെങ്കിൽ ജോബിനെ രക്ഷിച്ചിട്ടുണ്ടാവും. ഓ കൊക്കോ എലഫൻ്റ് ആണല്ലോ ഗൈസ്. അത് എനിക്ക് റീബർത്തി വില കാശായി ഗൈസ്. ഇനി കൊക്കോ എലഫൻ്റ് മാത്രം മതി. അല്ല ഗൈസ്, നമ്മുടെ ബേസ് അങ്ങോട്ട് ലോക്കാക്കാതെ തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഫിഷ് ബോർഡ് ഇപ്പോൾ സെല്ല് ചെയ്യും ഗൈസ്, അത് വേറെ സംഭവമാണ്. ഞാൻ ഫിഷ് ബോർഡ് ഒന്ന് സെല്ല് ചെയ്യട്ടെ ഗൈസ്. കാരണം കുറച്ച് റീബർത്ത് ആക്കാനുള്ള കാശായി ഗൈസ്. ഇനി ഇവന് ആവശ്യമില്ല ഗൈസ്. ഓക്കെ യെസ്, അങ്ങനെ ഫിഷ് ബോർഡിനെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ഒരു ലേറുണ്ട് ഗൈസ്. അത് നല്ല ലേറുക. ആ ഡയമണ്ടിൻ്റെയാണ്, ഞാൻ ഇൻഡെക്സിന് വേണ്ടി മേടിച്ച് വെച്ചതാണ്. 13K ഒക്കെ ഉണ്ടാക്കണം ഗൈസ് അത്. പക്ഷെ ഞാൻ ഇവനിപ്പോൾ സെല്ല് ചെയ്യണം ഗൈസ്. കാരണം ലേറൊക്കെ ഇപ്പോൾ ചെറുത് ഗൈസ്. ഓക്കെ നിങ്ങൾ എൻ്റെ അവതാർ കണ്ടാൽ തന്നെ മനസ്സിലാക്കും. നമ്മൾ കുറച്ച് അവതാർ വളർത്താൻ പോവാണ്. ഇവൻ ആരാണത്? 1 2 3 4 റിക്സാ? അതാരാണത്? എന്നെ അറിയില്ല. ഇവൻ്റെ ബേസിൽ കൊക്കോ എലഫൻ്റ് കൊടുക്കണ്ടാ? ഇവൻ്റെ ബേസ് അങ്ങോട്ട് അൺലോക്ക് ആക്കിയാലോ? വേണ്ട യെസ്, ഇവൻ്റെ ബേസ് അൺലോക്ക് ആക്കി വീണ്ടും ലോക്കാക്കും. അപ്പോൾ റോബോക്സും പോവും. എന്തോ ഒരു മെസ്സേജ് വന്നല്ലോ. അത് പറഞ്ഞില്ലേ ബ്രോ, വല്ലതും തരുമോ? അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ വന്ന് എടുക്കണോ? നമുക്ക് തന്നെ പോകാം ഗൈസ്. ഇവനത് തരുമെന്നൊന്നും തോന്നില്ല. സോ ലെറ്റ്സ് ഗോ. ഉള്ളി കയറിയുണ്ട്. എന്നിട്ട് ഈ ഒരു സാധനം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ചെറിയൊരു കൊക്കോ എലഫൻ്റ് കൊടുത്തിട്ട് തരാം ഗൈസ്. നമുക്ക് ഒരു കൊക്കോ എലഫൻ്റ് മതി ഗൈസ്. ഇവൻ്റെ അടുത്ത് 3 ഉണ്ട് ഗൈസ്. നമുക്ക് ഒരെണ്ണം മതി, ജസ്റ്റ് ഒരെണ്ണം ഗൈസ്. എടാ അതെ, ഇവിടെ വേറെ ആരാ വരുന്നുണ്ടല്ലോ. ഓ ഗൈസ്, ലോസ് ബാംബാട്ടിറ്റോസ് ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് സ്റ്റീലാക്കിയിട്ടുണ്ട് ഗൈസ് ഞാൻ. ഓ ലെറ്റ്സ് ഗോ. എനിക്കിത് കിട്ടി ഗൈസ്, എനിക്കിത് കിട്ടി. ഇനി ആരെങ്കിലും എന്നെ അടിച്ചത് അത് ഫെയർ അല്ല. എടാ എന്നെ അടിച്ചടാ. പക്ഷെ ലോസ് ബാംബാട്ടിറ്റോസ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് വിട്ടിരിക്കുന്നു. പക്ഷെ 2 അടി ഞാൻ കൊടുത്തിട്ടുണ്ട്.
എന്തായാലും ഗൈസ് അടുത്ത ഈവൻറ്റ് വരെ എന്തായാലും സമയം എടുക്കും. സോ നമുക്ക് സ്റ്റീൽ ചെയ്യുന്ന പണി തന്നെ നോക്കാം. എന്താണ് നീ എൻ്റെ ബേസിൽ നോക്കണേ? പാടാണെന്ന് ഗൈസ് ഇവരുടെ അടുത്തൊന്നും ഒന്നുമില്ലല്ലോടാ. ആൻഡ് ഈസ് നമ്മൾ ഇന്നലെ തന്നെ ലോസ് ട്രേഡേഴ്സ് വന്നു ഗൈസ്. ആൻഡ് ഇതൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവർ റോബക്സ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും. ഇത് കണ്ട 99 റോബക്സിൽ വാങ്ങാൻ പറ്റും. ബട്ട് എനിക്ക് അത് അത്ര ആവശ്യമില്ലാത്ത കാരണമാണ് ഗൈസ്. അതൊരു $1 ബില്യൺ സെക്കൻഡൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും എപ്പോഴേ മേടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അല്ല എപ്പോഴേലും മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് നോക്കട്ടെ ഗൈസ്, നമ്മുടെ അടുത്ത് റോബക്സ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാം. ഓക്കെ, ഇതാരുടെ ബേസാണ്, ആരോടെ സ്പോൺ ആവുന്നത് തോന്നുന്നത്. നമുക്ക് അപ്പോഴേക്ക് ഇവിടെ പോയി നോക്കാം. ഗൈസ് ഇവർ നമ്മൾ എന്തിനാ ഗൈസ് ഇപ്പോൾ എപ്പം നോക്കിയാലും അടിച്ചുകൊണ്ടിരിക്കുന്നേ? അയ്യോ ഇപ്പം തന്നെ പെട്ടേന്ന് ഗൈസ് നമ്മൾ. എൻ്റെ അടുത്ത് ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല ഗൈസ്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. മറ്റേ അടിക്കുന്ന സാധനമൊക്കെ മേടിക്കാൻ ഗൈസ്, അത് മതി. എനിക്കൊരു സ്ലാപ്പ് വേണം ഗൈസ്, അത് ഏറ്റവും വലിയൊരു സ്ലാപ്പ് ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഓട്ടോ ബൈ ഇട്ടേക്കാം. ഓക്കേ, നമുക്കിനി എത്ര ഫസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റുമോ അത്ര ഫസ്റ്റ് ആയിട്ട് ഓടണം ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇനി എന്തൊക്കെ വരുന്ന പോലും എനിക്ക് പറയാൻ പറ്റില്ല. സത്യമായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല. സോ ഗൈസ് വീഡിയോ കാണുന്നവർ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വോ ഗൈസ്, ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ല, സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. എൻ്റെ അമ്മോ ഗൈസ്, അവൻ്റെ അടുത്ത് ഇത്ര സാധനങ്ങളാടാ. വെക്കടാ ഇതങ്ങോട്ട്, ഞാൻ ഉള്ളിൽ കയറിക്കോട്ടെ. ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓ ഡിങ് 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 ഡു, ഓ ഡിങ് 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 ഡു. എടാ പോയടാ എൻ്റെ ഓ ഡിങ് ഡിങ് പോയി. ഓക്കെ ഗൈസ്, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ വരണം, സീക്രട്ട് സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാർ. 4th ബ്രോ, താങ്ക് യു ബ്രോ. 4th ബ്രോ തന്നതിന് താങ്ക് യു. എടാ പ്ലീസ് എന്നെ ഒരുത്തനെ അടിക്കരുത്. എടാ 4th ബ്രോ അടക്കം എനിക്ക് കിട്ടിയടിയേ. എന്തൊരു പാടാടാ ഇത്. ഇനി ചേഞ്ച് ചെയ്യണ കേസ്, ആരൊക്കെയോ വരണ്ട ഇവിടേക്ക്. എടാ ഇത്ര അധികം സാധനങ്ങൾ മാത്രമേ ഉള്ളുവോ? ചേഞ്ച് ക്ലോൺ ചെയ്തേ നമ്മൾ. ഇനി എനിക്ക് ആവശ്യമില്ല. എടാ എന്തൊരു കഷ്ടമാണത്. നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടില്ല, അപ്പോഴേക്കും ഒരു റയർ സാധനം ഇപ്പോൾ വരും. ഞാൻ പറഞ്ഞില്ലേ ഇതാ കിടക്കണോ. അയ്യോ ഇപ്പോൾ കൊളാസൊക്കെയാ. പിന്നെ വൈദവേ ഇപ്പോൾ കൊളാസോ ഒരു ന്യൂ ബ്രെയിൻ ഡോട്ടാണ് കേട്ടോ കേസ്. നമുക്ക് ഇപ്പോൾ കൊളാസോ തന്നെ അപ്പോൾ സ്റ്റീൽ ചെയ്തേക്കാം, ന്യൂ ബ്രെയിൻ ഡോട്ട് ആയതുകൊണ്ട്. എടാ 3.8 മില്യൻ്റെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഇവനെ മതി പ്ലീസ്. എടാ എന്നെ കൊണ്ടുപോയി കേസ് എന്നെ പ്ലീസ്, എന്നെ ഒന്നും കൊണ്ടുവരത്തിട്ടാ. എടാ സാമിനി സ്പൈഡറിനി പക്ഷേ ആവശ്യമില്ല കേസ്, എൻ്റെ ഇൻഡെക്സിൽ ഓൾറെഡി അവരുണ്ട്. സാമിനി അയ്യോ ഡാ. ശരി ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ പോരെ? യെസ്, ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചോണ്ടല്ലോ കേസ് എല്ലായിടത്തും തരും കേസ് നമുക്ക്. അത് വേറെ കാര്യം. ഓക്കെ സോ ഗൈസ്, വീഡിയോ കാണുന്നവർ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമുക്ക് കുറേ സപ്പോർട്ട് നിങ്ങൾ തരണം ഗൈസ്. എടാ 3 മില്യൻ്റെ സാധനം അല്ലടാ അത്. യെസ്, ഇവൻ്റെ അടുത്തുനിന്നുണ്ടല്ലോടാ. എടാ ഇവൻ ഫ്രണ്ട്സിനെ അപ്സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിൻ്റെ ഫ്രണ്ടാടാ. ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് സ്റ്റീലാക്കാം. അങ്ങനെ അത് സ്റ്റീലാക്കില്ല, അവനത് സമ്മതിക്കണം. ഏതെന്നാടാ ഫ്രണ്ട് റിക്വസ്റ്റ് തന്നെ പോണില്ലല്ലോ. ബ്രോ ഒരു ചെറിയ സാധനം മതി. ഇപ്പം എന്തൊരു കഷ്ടത്. ആ 3 മില്യൻ്റെ സാധനമൊക്കെ ഇപ്പം എനിക്ക് വെറുതെ. എനിക്ക് 4th ബ്രോ കിട്ടിയ ലിറ്ററലി. എൻ്റെ അമ്മ വയസ്സ് അതെന്ത് റാറ്. കേസ് ഇപ്പം മാത്രം ഇങ്ങനത്തെ ക്ലോൺ വന്നേ. കേസ് ടൂറഗീനിയാ ബ്രോ പ്ലീസ്. വല്ലതും താന്നേ. ഓക്കെ അവൻ അങ്ങോട്ട് പോണ സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാം. ഇനി കേസ് നമ്മുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേസ്. സോ ആരും അൺസബ് ചെയ്യല്ലേ പ്ലീസ്. നമ്മൾ ഇത്രയധികം ദൂരം എത്തിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ അൺസബ് ചെയ്യണേ? സോ ഇതിൽ എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടല്ലോ.
വഴി നോക്കാം. ഇതായത് പുതിയതായിട്ടൊരാൾ വന്നിട്ടുണ്ടല്ലോ. അപ്പം എന്തായാലും റാറസ്റ്റ് ബ്രെയിൻ ഡോട്ട് വെച്ചിട്ടുണ്ടാവും. അടിപൊളി ബേസ്. ഗൈസ് ജിഞ്ചർ ബ്രെഡ് ബേസാണോ? ആൻഡ് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഒന്നുമില്ല. ജിഞ്ചർ ബ്രെഡിൻ്റെ ബേസിൻ്റെ അടക്കം ഒന്നുമില്ലടാ. ജിഞ്ചർ ബ്രെഡ് അടക്കം ലീവാക്കി. ആൻഡ് ഗൈസ് ഞാൻ ഇത്ര നേരമായിട്ട് അവിടെ നിൽക്കണ സ്ഥലം കണ്ട ഗൈസ് ഇപ്പോൾ ഏതോ ഗൈസ് ഞാനത് എടുക്കാൻ പറ്റില്ല ഗൈസ്. എനിക്ക് 4th ബ്രോ അടക്കം കിട്ടിയതായിരുന്നു. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിക്ക് ഇഷ്ടമായിക്കട്ടെ ഗൈസ്. അല്ലാതെ ഒന്നും പറ്റില്ലല്ലോ ഗൈസ്. നിങ്ങളെന്നാ പറ ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാനിത് അങ്ങോട്ട് സ്റ്റീലാക്കിയിട്ടാ ഗൈസ്. അപ്പുറത്തെ ഫേസിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ഇതങ്ങോട്ട് സ്റ്റീലാക്കി ഗൈസ്. എൻ്റെ അമ്മ ഇത് വളരെ വലിയ റാറ് സാധനമാണ് ഗൈസ്. ഓക്കെ, നമുക്കിത് മേലെ കൊണ്ടുപോയി വയ്ക്കാം ഗൈസ്. അതായിരിക്കും ബുദ്ധി. 400k സെക്കൻഡ്സ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഗൈസ് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ ഓൾറെഡി സൈക്കിൾ എടുത്തിട്ട് ഓടുമായിരുന്നു. സോ നമുക്ക് ഏറ്റവും വലുത് നോക്കിയിട്ട് ഞാൻ എടുത്തു ഗൈസ്. സിമ്പിളാക്കിയിട്ട് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് ഇതങ്ങോട്ട് കിട്ടി ഗൈസ്. ഒരു ഈവൻ്റ് വന്നല്ലോ. കുറച്ച് താഴ്ത്തിക്ക് താഴ്ത്തിക്ക് തന്നെ. അങ്ങനെ തന്നെ. ഇനി ഇവിടെ വന്നിട്ട് നീ ഇവിടെ ഇരിക്കി. സോ ഗൈസ് ഈവൻ്റ് വന്ന കാരണം നമുക്കിത് അങ്ങോട്ട് തന്നെ സെയിൽ ചെയ്യും ഞാനിതിനെ. ബട്ട് അതിനേക്കാളും മുന്നേ കുറച്ച് നേരം ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഇരിക്കുന്നു മാത്രം. കാരണം എന്താ വെച്ചാൽ ഗൈസ് എനിക്ക് സെക്യൂർ ചെയ്യുന്നു അത് രണ്ടും കൂടി ചെയ്യാൻ കുറച്ച് പാടാണ് ഗൈസ്. അതുകൊണ്ട് ഗൈസ് ഇവിടെ നിന്നാണ് ഗൈസ് ഞാൻ സ്റ്റീലാക്കിയത് ആ സംഭവം. എൻ്റെ ഗൈസ് മറ്റേ ബേസിൽ കണ്ട ഗൈസ് ഇവിടെ കുറച്ച് അടിപൊളി ഐറ്റമൊക്കെ ഉണ്ട്. എൻ്റെ ഗൈസ് നമുക്ക് ഇതിലൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗൈസ്. അവനും ഞാനും കുറേ ബ്രെയിൻ ഡോട്ട്സ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ ഒക്കെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗൈസ് എനിക്ക്. സോ ഗൈസ് ഇനി എനിക്ക് എന്താ കൊക്കോ ഫന്ത് കൂടി കിട്ടിയാൽ മതി. ഓ ഗൈസ് കൊക്കോ ഫന്ത് വന്നേ. ഈ ഒരു കൊക്കോ ഫന്തിന് നമ്മൾ എങ്ങനെ ഇപ്പോൾ സ്റ്റീലാക്കുക? ഓ ഗൈസ് ഇവിടെ സൈക്കിൾ അടക്കണ്ടാ. 7 മില്യൺ സെക്കൻഡ്സ്. അയ്യോ അവിടെ എടുക്കടാ പോയിട്ട്. 7 മില്യൺ സെക്കൻഡ്സ് ആണ്. 7 മില്യൺ സെക്കൻഡ്സ് ആണ്. ഓക്കെ എടുത്തിട്ടുണ്ട് സൈക്കിള് ഗൈസ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടാൻ പോവാ ഗൈസ്. ലൈവാണ് ഗൈസ് ഇത്. എനിക്ക് ആദ്യമായിട്ട് കിട്ടാൻ പോവാണ് ഗൈസ്. ആദ്യമായിട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ ഗൈസ് 7 മില്യൺ സെക്കൻഡ്സ്. എൻ്റെ പൊന്നയ്യോ ഞാൻ സെല്ല് ചെയ്യട്ടെ. 7 മില്യൺ സെക്കൻഡ്സ്. ഓ ഗൈസ് ഇനി ഓൺലൈനാ. നമുക്ക് പോയിട്ട് കൊക്കോ എലഫൻ്റ് മതി. ഇനി എനിക്ക് കൊക്കോ ഫന്ത് മതി ഗൈസ്. കൊക്കോ ഫന്ത് മതി. ഞാൻ ഇനി ഒന്ന് റീബർത്തൊക്കെ ചെയ്യണമെങ്കിൽ അപ്പം എൻ്റെ അടുത്ത് തീരെ കാശുണ്ടാവില്ല. അത് വേറെ സംഭവം. എടാ എന്തിനാണ് ഇതെന്നെ അടിച്ചുകൊണ്ടിരിക്കണേ? കൊക്കോ ഫന്തേലും എനിക്ക് താടാ. നീ അതെടുത്തോ. എനിക്ക് കൊക്കോ ഫന്ത് മതി. എനിക്ക് റീബർത്തിനുള്ള സാധനം. പക്ഷേ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ച് എനിക്ക് മറ്റേ സൈക്കിൾ കിട്ടുന്നത്? നോ യു വോണ്ട് ഗേസ്. ഐ നോ യു. ഓക്കെ നമുക്കിനി ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോവുതന്നെ ഗേസ്. ഓ ഗേസ് ഈ സീക്രട്ട് തിരിച്ച് വന്നല്ലോ ഗേസ്. ആരോ അടിക്കണ്ടെന്നാണ് തോന്നുന്നത് ഗേസ്. എടാ അവനെ അടിച്ചടാ തിരിച്ച്. പക്ഷെ സാരില്ലേ ഗേസ്. ഇവനെന്താ ഗേസ് ബേസ് അങ്ങോട്ട് ലോക്കാക്കില്ലേ? അതടിപൊളിയായി. നമുക്കിനി ഇവൻ്റെ എല്ലാ സാധനങ്ങളും അടിച്ച് മാറ്റുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗേസ്. കൊമ്പാത്തീത്തോ ബക്കടീട്ടോ എനിക്ക് കിട്ടി. ബക്കടീത്തോ എനിക്ക് കിട്ടി ഗേസ്. അയ്യോ എടാ സ്റ്റീലാക്കരുത്. റീസ്പോൺ അടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗേസ്. പിന്നെ അല്ല ഗേസ് ഒക്കെ നമ്മൾ അടിച്ചു മാറ്റി ഗേസ്. നമ്മൾ പ്രോ ഗെയിമർ. എൻ്റെ എനിക്ക് ഇത്ര ലക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. എൻ്റെ പക്ഷേ എനിക്ക് കൊക്കോ ഫന്ത് മാത്രം കിട്ടിയില്ല. ബേസ് ലോക്കറാണോ ഗേസ് ആളുടെ? നമുക്ക് മേലെ കുറേ സാധനങ്ങളുണ്ട് ഗേസ്. അതാണ് ഞാൻ അടിച്ചു മാറ്റാൻ നോക്കണേ. ഇത് 118 സെക്കൻഡ്സാ. എന്തൊരു കഷ്ടമാണത്. എന്നാൽ കുറച്ചു നേരം അടി കൊണ്ടോ. താഴ്ത്തിക്ക് പോ.
ഇനി മേലേക്ക് തന്നെ വരാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കൂ ഗൈസ്. നമ്മൾ എന്താ പറയുക ഗൈസ്, അതന്നെ വിറ്റു ഗൈസ്. ആ ഒരു സൈക്കിളടക്കം വിറ്റ്. ആദ്യമായിട്ടാണ് ഗൈസ് 4 മില്യൺ ഞാൻ കിടന്നു പോണത്. പക്ഷെ അവൻ്റെ സൈക്കിൾ ഞാൻ സെല്ല് ചെയ്തു ഗൈസ്. ആൻഡ് എനിക്ക് 2 ബില്യൺ കൂടി ഉണ്ടാക്കാൻ പറ്റി. ആൻഡ് ഇതെന്താണ് റൈസിൻ്റെ ഈവൻ്റാ? ഇതെനിക്ക് മനസ്സിലാവണില്ലല്ലോ ഗൈസ്. ഇതെന്ത് ഈവൻ്റ് അത്? എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി കളിക്കാം അല്ലേ? ഓ ഗൈസ്, ഇതെനിക്ക് ഞാൻ കിട്ടിയിട്ടില്ല. ഇത് ഞാൻ വാങ്ങുന്നുണ്ട്. ആൻഡ് ഈ ഒരു മറ്റേ എന്താ പറയുക, ഡീറിന് കൂടി ഞാൻ മേടിച്ചിട്ടില്ല. ഇവന് ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ് ഗൈസ്. അവർ 2 പേര് ഞാൻ ഇതുവരെയ്ക്കും മേടിച്ചിട്ടില്ല. സോ ന്യൂബിനിനി പിസനീനി നോർമൽ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഈവൻറ്റിന് ഞാൻ മേടിച്ചിട്ടില്ല. ഓക്കെ, ന്യൂബിനിനി കമോൺ, ഐ എം ഗോയിങ് ടു സെൽ യു ഗൈസ്. ഒറ്റടി ഗൈസ്, ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് തന്നെ സെല്ല്. ഒരൊറ്റ മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി അടുത്തത് എന്താ ചെയ്യാന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആൻഡ് അത് നമ്മുടെ ഫ്രണ്ടാണോ? അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അവതാരം അങ്ങനെയാണ് ഈ സംഭവം. അല്ല ഗൈസ്, അത് നമ്മുടെ ഫ്രണ്ട് എന്നല്ലേ. ഓ ഗൈസ്, എത്ര ഓടിങ് പോയി. ഓ ഗൈസ്, ഇവൻ്റെ അടുത്തുനിന്ന് സ്റ്റീലാക്കാം. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്താ വെച്ചാൽ ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു ലോസ് ഞാൻ എന്താ പറയുക സ്റ്റീലാക്കിയിട്ട് അത് ഞാൻ സെല്ലാക്കി. അത് ഞാൻ കാണിച്ചില്ല, സോറി. സോ ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ സ്പോണുണ്ട് ഗൈസ്. ഗൈസ്, നിങ്ങൾ കമൻറ്റോട് പറയണം ഗൈസ് ഒരു കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് നിങ്ങളൊന്ന് പറഞ്ഞോളൂ ഗൈസ്. അതെന്താ വെച്ചാൽ നമുക്ക് പ്രൈവറ്റ് സെർവർ വേണമെന്ന്. ഓ 14 മില്യൺ സെക്കൻഡ്സാ. ഇവനെടുത്താൽ മതി ഗൈസ്, ഇവനെടുത്താൽ മതി. 14 മില്യൺ സെക്കൻഡ്സ്. ഓ ഗൈസ്, അതാ അവൻ്റെ ബേസായി എന്നാ. ശരി, എനിക്ക് ഈ 5 മില്യൺ സെക്കൻഡ്സിൻ്റെ സാധനങ്ങളും തരുമോ? ഓക്കെ, ഇവനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എടാ, ഇവനെ അടിച്ചോണ്ടിരിക്കണ്ട ഗൈസ്. ഓ അയ്യോ, എടാ ഞാൻ പെട്ട്. അടിപൊളി. അയ്യോ, ലീവാക്കിയേ. ഇതൊക്കെ എന്താ 2 സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പറ്റുമോ? ഓ ഗൈസ്, അടുത്ത ആള് ലെജൻഡറി. ഓ ഗൈസ്, കൊക്കോ ഫന്ത് കിട്ടി അളിയാ. കൊക്കോ ഫന്ത് കിട്ടി. 100K സെക്കൻഡ്സിൻ്റെ സാധനമാണ് ഗൈസ് അത്. എടാ വീണ്ടും ലീവാക്കിയ. ആരോ വരുന്നുണ്ട് ഗൈസ്, തിരിച്ചു വരുന്നുണ്ട്. എടാ ട്രെയിനോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗിവ് മീ ദ ട്രെയിനോസ്. എൻ്റെ ബേസ് ഇവിടെ എവിടെയാണ്? ഇതാണ് എൻ്റെ ബേസ്. എടാ എന്നെ വീണ്ടും അടിച്ചിട്ട്. ബട്ട് വൈ ഈസ് ദിസ് ഹാപ്പനിങ്? എടാ വീണ്ടും ഇവനും ലീവാക്കുന്ന എൻ്റെ ഒരു പ്രതീക്ഷ. ഇവിടെ ഒരു ലക്കി ബ്ലോക്ക് പോകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ഗുണമില്ല ഗൈസ്. പെട്ടെന്ന് കണ്ടപ്പോഴേ brain.godൻ്റെ സീക്രട്ടിൻ്റെ എന്ന് വിചാരിച്ചു. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ഒന്നും തന്നെ ഇല്ലേ ലിറ്ററലി. എൻ്റെ ഗൈസ്, നിങ്ങൾ അവൻ്റെ ബേസ് കൊണ്ട് ചിന്തിക്കും എന്താണ് സ്റ്റീലാക്കാത്ത, റാറില്ലാത്തതുകൊണ്ടാന്ന്. പക്ഷെ അതൊന്നും അല്ല ഗൈസ്. അവനെല്ലാം തന്നെ ഫ്യൂസിലിട്ട് വെച്ച കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ എന്തോ ഉണ്ടല്ലോടാ, ടിം ചീസാ. ശരി ഗൈസ്, നമ്മളൊരു ടിം ചീസ് പോലും വിടാത്ത ഒരാളല്ലേ, നമുക്ക് ഇത് എടുക്കാം ഗൈസ്. 400K പോട്ടെ ഗൈസ്. ഉണ്ട് ഇത് വന്ന് മറ്റേ എന്തോ ഒരു പവറുള്ളൊരു ടിം ചീസ് ഗൈസ്. അതുകൊണ്ടാണ് ഇത് ഇൻഡെക്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ടിം ചീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അത്ര ഗൈസ്. വി ആർ പ്രോ ഗെയിമേഴ്സ്. കൊണ്ടുപോയിച്ചോ. പിന്നെ അല്ലേ ടിം ചീസിനെ അങ്ങോട്ട് സ്റ്റീലാക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ $250 കിട്ടിയല്ലോ, അത് വറക്കാൻ പോകും. ആൻഡ് ഗൈസ്, ഇവിടെ വല്ല റാറും വരുമോ ഗൈസ് നമുക്ക് എടുക്കുന്ന പോലെ?
എനിക്ക് അതുപോലും അറിയില്ല ഗൈസ്. പക്ഷെ നമുക്ക് നോക്കട്ടെ. ഫുട്ബോളൊക്കെ ഉണ്ടടാ. നോട്ട് ലൈവ് ഗൈസ്. സ്റ്റാർട്ടിങ് ഇൻ 2 days 2 hours. അപ്പോൾ അത്രയും കാലം ഇപ്പോൾ ക്ലാസ് തന്നെ കാണാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് ഞാൻ പുതിയൊരു ബ്രെയിൻ ഡോട്ട് പറഞ്ഞിട്ടില്ല ഗൈസ്. ആ ഒരു ബ്രെയിൻ ഡോട്ട് ഫുട്ബോൾ ഈവൻസിന് മാത്രമേ ഉള്ളൂ. ഓ ഗൈസ്, ഇതിന് 16 minutes കൂടി ഉള്ളൂ. സീരിയസ് ആയിട്ട് 16 minutes കൂടി ഉള്ളൂ. അയ്യോ, വേഗം പോയി ഓടി കയറട്ടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വരും. ബാക്ക് ആൻഡ് ഗോഡാ, അതാരാടത്? ഓ ഗൈസ്, ഒരു ട്രലലുണ്ട്. പിന്നെ ഒരു ബർഗറും ഉണ്ട്. അതെന്തോ 1 million seconds ആണ്. 1 million 2-3 സാധനങ്ങളുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു ബർഗർ എടുക്കാമെന്ന് മാത്രം. ബർഗറാണ് 1.3 million. അത് അയ്യോ, ലോക്ക്ഡ് ഫോർ 155 seconds. അത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഞാൻ അത് എടുക്കുകയും ചെയ്തു. നമുക്കിത് പിടിച്ച് നിൽക്കാൻ കഴിച്ചു. അപ്പോൾ വല്ല ലക്കും ഉണ്ടായാലോ ഗൈസ്. നോക്കട്ടെ, നമ്മളെ ഒന്ന് എടുക്കാൻ നോക്കാം. ഗൈസ്, വാട്ട് ഈസ് ദിസ് ഗൈസ്? ഞാൻ അത് എടുത്തതായിരുന്നു, എനിക്കത് കിട്ടിയതുമായിരുന്നു ഗൈസ്. അവൻ ലീവാക്കി. പിന്നെ എന്ത് പറയാനാ? ഡ്യൂവലാ? നമ്മുടെ അടുത്തൊരു ബ്രെയിൻ ഡോട്ട്സ് ഇല്ലേ ഗൈസ്? അവൻ്റെ അടുത്തുള്ളത് തന്നെ ബിർബിർ പത്താപ്പീന. അതിന് നമ്മളെന്തിനാ പോണേ? വല്ല കൊക്കോ പന്ത് ഉണ്ടെച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും. ജോബ് 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 സഹോറ് ഉണ്ടെച്ചെങ്കിൽ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യും. അതല്ലാതെ എടാ, അൺലോക്ക് ഡോർ എന്തിന്? ഒരു ഗുണമില്ല അൺലോക്ക് ചെയ്തിട്ട്. എടാ, അൺലോക്ക് ചെയ്യലടാ. എൻ്റെ 400 Robux താഴെയൊക്കെ അല്ലേ. ഓ, ടി സഹൂർ, അവനെ എടുക്കണോ ഗൈസ്? എന്നാ ശരി, നീ പൊക്കോ പോ. എൻ്റെ ഗൈസ്, എനിക്ക് ഈ ഒരു ലോസ് ബ്രെയിൻ ഡോട്ട് കൂടി വേണം. അത് വേറെ സംഭവം. അതിൻ്റെ ടൈമൊന്നും ആവട്ടെ അല്ലേ ഗൈസ്? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് അങ്ങോട്ട് പോവാട്ടാ. അയ്യോ, ഈ ഒരു സാധനം കൂടി പോവല്ലടാ. ഇതേന് എനിക്ക് തരണം. ടീം ചീസിൻ്റെ സ്റ്റീൽ ചെയ്തതാണ്. പിന്നെ ഈ മിത്തിക്കിൻ്റെ ഈ ഒരു മിത്തിക് ഗുറില്ലേനെ നമ്മൾ എന്താ ചെയ്യണ്ടേ? 8000 seconds. ഓക്കെ, നമുക്ക് ഇവനങ്ങോട്ട് സെയിൽ ചെയ്യാം ഗൈസ്. 1.5 million കിട്ടും ഗൈസ് ഇവനെ സെയിൽ ചെയ്തത്. ആൻഡ് ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ് നമ്മുടെ പൈസ കൂടുന്നത്? ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല ഇവൻ. ഓ ഗൈസ്, ഇവൻ്റെ അടുത്തൊന്നും ഒന്നും ഇല്ലല്ലോ ഗൈസ്. അത് എന്തൊരു പരിപാടിയാണിത്? ടൂണാറാ? ഇവനെ ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഉള്ളിക്ക് കയറ്റുമോ ഗൈസ് ഇവനെന്നെ? ഉള്ളിക്ക് കയറ്റുമോ എന്നെ ഗൈസ്? ഇവൻ്റെ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ തന്നെ ഗൈസ്, ഇവിടെ എവിടെയോ ഞാനൊന്ന് ഇവനെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നിയത്. ഓ ഗൈസ്, 11 minutes more. 11 minutes കൂടി ആയാൽ മതി നമുക്ക്. അല്ല, ഇവനെന്താ ഇവിടെ തന്നെ നിൽക്കണേ? നമുക്കിനി അവൻ്റെ ബേസിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാൻ പറ്റൂ. ടൂണാർ. ഓക്കെ, സോറി, ഞാൻ ഒന്ന് ബേസിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി പോട്ടെ. ഒന്നുമില്ല. എന്നെ ഉള്ളിക്കേറ്റ്. നോയാ? എന്നാ നീ ഇത് വാങ്ങടാ. അവൻ്റെ ഒരു നോ. നീ വേടിക്ക്, നല്ലോണം ഇടുന്ന് വേടിക്ക്. അയ്യാ, ഞാൻ പെട്ട്. നോയാ ഇവനെങ്ങനെ ഇത് പതുക്കെ ചെയ്യണം? ഞാൻ നോക്കട്ടെ. അവനെങ്ങനെയാ ഇത് ചെയ്യുന്നത്? എനിക്കെന്നെ ചെയ്യാൻ പറ്റുന്നില്ല അത്. 10 minutes കൂടി ഉള്ളൂടാ ഈ ഒരു ഈവൻറ്റ്. നീ കണ്ടോ? 10 minutes കൂടി ഉള്ളൂ. ടൂണാർ, ഇട്ടൊന്ന് ശ്രദ്ധിക്കടാ ബ്രോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വിളിക്കട്ടെ. ഇപ്പോൾ വിളിക്കാം. ജസ്റ്റ് 2 minutes. ശരിക്കും ഗൈസ്, ഈ ഒരു വെപ്പൺസ്, ഐ ഹേറ്റ് വെപ്പൺസ് ഗൈസ്. ട്രൂ ആയിട്ടൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹേറ്റ് വെപ്പൺസ് ഗൈസ്. അടുത്തത് എത്ര സാധനങ്ങൾ വെച്ചിട്ടുണ്ടാ? $10 million ഗൈസ്. ഓൾമോസ്റ്റ് 10 million per second ഗൈസ്. അങ്ങനത്തെ ഒരു ബ്രെയിൻ കൊണ്ട് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക ഗൈസ്? സോ അത് സ്റ്റീലാകാൻ നോക്കില്ലേ ഗൈസ്? ഞാൻ അതേ തന്നെ ഗൈസ്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതേ തന്നെ ഞാൻ ചെയ്തത് ഗൈസ്. പക്ഷെ എന്താ ഗൈസ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഇവരൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇവൻ്റെ ബേസ് ഇപ്പോൾ ലോക്കാക്കില്ല ഇവൻ. ശരി ഞാൻ പൊക്കോളാം. ലീവാക്കി. ഓ ഓ 2 million per second. 2 million per second. 2 million per second ഗൈസ്. എടാ പ്ലീസ് ബ്രോ. കണ്ട ഗൈസ്, ഇതേപോലെ തന്നെയാണ് ഇവൻ എന്നെ അടുത്ത് ഇങ്ങനെ അടിച്ചോണ്ടേ ഓളാടുന്നു. എടാ ബനാന, ഇവനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇവനെ ഞാൻ എടുത്തിട്ടുണ്ടാ. നാലൊന്നും എടുക്കാൻ ഗൈസ്. എടാ ഒന്ന് പോണ്ടോ നീ. ഇവൻ അവിടെ ഒന്ന് റേഞ്ച് ടേബിൾ ഇട്ടുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് എത്ര അധികം സാധനം കേസ് എനിക്ക് പോയത്. നിങ്ങളത് കണ്ടിട്ടില്ലേ? കണ്ട ഒരുമാതിരി നമ്മൾ നൂബാവും. എടാ ഒന്ന് എണ്ണീക്കടാ പ്ലീസ്. ഈവൻ്റ് വരാനുള്ള സമയം കൂടി ആയി കേസ്. ശരി, ഞാൻ ഈവൻ്റ് വന്നിട്ട് വിളിക്കാം കേസ്. അപ്പോൾ നമ്മുടെ ഈവൻ്റ് വരാൻ ഇനി 5 minutes കൂടിയല്ലേ? 5.5 minutes കൂടിയേ ഉള്ളൂ. സോ അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അത് വിഷയമുള്ള കാര്യമല്ല. ആൻഡ് ഗൈസ് ഇവന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗൈസ്, സോ വീഡിയോ കാണുന്നവർ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമ്മൾ ഈവൻറ്റിക്ക് എത്താം ഗൈസ്. ഓക്കെ സോ ഗൈസ്, അപ്പോൾ ഇനി ടോട്ടലി ജസ്റ്റ് 1 minute more ഫോർ അവർ ഈവൻറ്റ് ഗൈസ്. വെയിറ്റ്. ഇവൻ അങ്ങനെ ഇതൊന്ന് എടുത്തിട്ട് പോകണ്ട ഗൈസ്. നമുക്ക് ഇത് വന്നിട്ട് സ്റ്റീലേക്കാട്ടോ. 200k അവൻ്റെ പോട്ടെ യെസ്. ഇതിലവൻ അടിക്കുമെന്ന് എനിക്ക് അറിയില്ല യെസ്. അവൻ ഓൾറെഡി നമ്മുടെ ആ ഒരു ബനാന സാധനമില്ലേ യെസ്, അത് ഞാൻ സ്റ്റീലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് വെറ്റുണ്ടായിരുന്നു. സെല്ല് ചെയ്തിട്ടുണ്ട് യെസ് നമ്മൾ. ഓക്കെ, അപ്പം ഇനി അടുത്തത് എന്താണ് പണി? നമുക്കിനി ജസ്റ്റ് ഇനി കുറച്ച് സെക്കൻഡ്സ് കൂടി വെയിറ്റ് ചെയ്യാനുള്ളൂ. എന്നിട്ട് ഞാനൊരു 10 ഒക്കെ ആകുമ്പോൾ പറയാം. സോ ഗൈസ്, അപ്പം നമുക്കിനി 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഒന്നും പറ്റിയില്ല. ഈവൻ്റ് തുടങ്ങി. വന്നടാ, സാധനം വന്ന് 100 million ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ലെജൻഡറി ആണല്ലോടാ. 100 million സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 100 million യെസ്. ഈ ഒരു ലക്കി ബ്ലോക്കിന് വേണ്ടിട്ടോ നമ്മൾ ഇത്ര 4x ലക്ക് കേസ്. ആലോചിച്ചൊക്കെ കേസ് നിങ്ങൾ. പിന്നെ നമ്മളൊന്നും തകർക്കും കേസ്. റെഡി. ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ട് സെല്ല് ചെയ്യല്ലേ. അത് വേറെ ഒരു പരിപാടി കേസ്. നമുക്ക് ഓപ്പൺ. എന്തൊക്കെയാണ് എനിക്ക് കിട്ടുക നോക്കട്ടെ കേസ്. എടാ ഈ ഒരു എന്തല്ലാതെ വേറൊരു സാധനം കിട്ടുന്നില്ല കേസ് എനിക്ക്. ഓക്കെ, ഇതെപ്പോൾ നോക്കിയാലും ഈ ലക്കി ബ്ലോക്ക് തുറക്കുമ്പോൾ എനിക്ക് ഇതാ കിട്ടാറേ. എനിക്ക് പക്ഷേ 67 കിട്ടണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ? നോ കേസ്, ഇതിൻ്റെ അകത്തേക്ക് ഇനി കയറാൻ പറ്റില്ല. സോ ലൈവ് സ്പോൺസ് കണ്ട കേസ്. ഒരു ലക്കി ബ്ലോക്ക് അങ്ങോട്ട് വന്ന് നമുക്ക്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേസ്. എന്തൊക്കെയാണ് കിട്ടണേ ഞാൻ നോക്കാം. ഓക്കെ കേസ്, അപ്പോൾ നമുക്കൊരു പാക്രാമാത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് അത്ര വലിയ സീനല്ല. എനിക്ക് കൊക്കോ ഫന്ത് ടൊലറ്റോ ഫങ്ക് മാത്രം മതി. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേസ്. ഇതിനൊക്കെ നമ്മൾ വിറ്റല്ലേ കേസ്, വെറുതെ മേടിച്ച് യെസ്. നമ്മൾ ഈ ഒരു ഈവൻറ്റ് നമുക്ക് വേണ്ടി മാത്രമായിട്ടാണ് കേസ്. കാരണം നമ്മളാണ് കേസ് ഏറ്റവും കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത്. ഇവരൊക്കെ ഇപ്പോഴാണ് കേസ് വന്നത്. വലുത് അടുത്ത ജിറാഫ് സെലസ്റ്റിയ. എത്ര എണ്ണാണ് ഈ ജിറാഫ്? കേസ് നമുക്ക് ഇവനെ വല്ലതും ഗിഫ്റ്റ് ചെയ്താലോ? ഫ്രണ്ട് ആക്കിയിട്ട് നമുക്ക് ഇവന് വല്ലതും ഗിഫ്റ്റ് ആക്കാം. എന്ത് പറയുന്നു കേസ്? അതൊരു നല്ലൊരു കാര്യമല്ലേ? അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. നമുക്കിപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഇട്ടിട്ട് അവനെവിടെ?
വാ, ഇതൊന്ന് എടുത്തോ. അവനെന്താ ചേച്ചി ഇതൊന്നും എടുക്കാത്തേ? വേണ്ട ഇനി അവന്. അതെനിക്കറിയില്ലേ, ഞാൻ അവന് എത്ര എത്ര സാധനങ്ങൾ നോക്കിയാലോ. ട്രാലല എത്ര വലിയ വലിയ സാധനങ്ങളല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നേ. ഇനി ഞാൻ ബേസ് ലോക്കാക്കി കിട്ടാം കേസ്. അല്ലേ, അവന് കുറച്ച് സന്തോഷമായി കേസ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ. താങ്ക് യു ഒക്കെ പറഞ്ഞു. ഓക്കെ, അടുത്തത് എന്താണ് നടക്കാൻ പോണേ അവിടെ? എടാ 4x ലക്കാടാ, എന്തേലൊക്കെ വാ. പാക്രാമാത്മാമാത്തൊക്കെ വന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ വല്ല സീക്രട്ട് വന്ന് വരികയാണെന്നുവെച്ചെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ലീവാക്കും ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് അല്ലേ. കുറെ നേരമായുള്ള ഗൈസ് ഇതൊന്നും വരാതിരിക്കണു. പ്ലീസ് സംതിങ് കം. യെസ്, ഞാൻ എന്തെങ്കിലും വരുന്നത്. അയ്യോ ഗൈസ്, ഇനി നമ്മുടെ ബ്രെയിൻ ഡോട്ടിൽ ഇനി സ്റ്റീലിംഗ് ഒക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ലടാ. കാരണം ഇപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ കണ്ട കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എനിക്ക് വല്ല റാറ് മങ്ങിയപ്പോൾ കളക്ട് ചെയ്യുന്നതിൽ ആ ബ്ലൂ തടസ്സം വരും ഗൈസ്. അതാണ് എനിക്ക് പേടി. വേറെ വല്ലതും വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അതായത് ഒന്നും വരുന്നില്ല വെച്ചെങ്കിൽ നല്ലത് തന്നെയാണ്. ആൻഡ് അതെന്താണ് സംഭവം, അരിയുടെ എന്തോ അതിന് മറ്റേ സമ്മർ ഫ്യൂസിൻ്റെ പല സാധനങ്ങൾ എനിക്ക് അതുപോലും അറിയില്ലേ. ഓക്കെ, ഇതൊന്നും കൂടെ വെച്ചേക്കാം. എപ്പോൾ വേണമെങ്കിലും ബ്രെയിൻ ഡോട്ട്സ് സ്പോണാവും ഗൈസ്. ഒരു ട്രാലല്ല കൊക്കോ ഫന്ത് വന്നിട്ട് തന്നെ ഇല്ലടാ 4x ലക്കിൽ. അത് വെറുതെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരും. അത് കിട്ടിയാൽ നമ്മൾ റീബർത്ത് ചെയ്യും. പിന്നെ നമുക്ക് തേർഡ് ഫ്ലോറിലേക്ക് റീഡിങ് ആണ് ഗൈസ്. നമ്മൾ മറ്റേ മുന്നേറ്റയിൽ തേർഡ് ഫ്ലോർ അടിച്ചു CS അടിച്ചു. എന്നിട്ട് ഇപ്പോൾ അത് വലിയ വലിയ സീനൊക്കെ ആയിട്ട് എന്ത് പറയണേ. സാമിയാ, അങ്ങനത്തെ പേരൊക്കെ എന്തിനാണ് ഇവരിടുന്നേ? ഞാനും പെട്ടെന്ന് സാമി ഇവിടേക്ക് വന്നാന്ന് വിചാരിച്ചു. 4x ലക്കിനെ വിട്ടിട്ട് നമ്മൾ സാമി അവിടെ പോയിട്ട് ലോക്കാക്കിയിട്ടാ ബേസ്. നമുക്കിനി സാമി എന്തെങ്കിലും തരും. അവിടെ കൊക്കോ പന്ത് ഉണ്ടാ? ആ ഗൈസ്, ഒരു കൊക്കോ പന്ത് ഉണ്ട്. സാമിയുടെ അടുത്ത് നമ്മളൊരു കൊക്കോ പന്ത് ചോദിക്കാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈവൻ്റ് അങ്ങനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടമായി ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ഗൈസ്.